പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ തീരുമാനിച്ച വിവരം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പദവി ഭരണഘടനാപരമായിട്ടോ നിയമപരമായിട്ടോ ഇല്ല. അത് ആലങ്കാരികമായൊരു പദവി മാത്രമാണ്. അങ്ങനെ ഒരു പദവി സൃഷ്ടിക്കണമോ? അങ്ങനെ ഒന്നും ഉണ്ടാകുകയാണെങ്കിൽ അത് ഏത് പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് CPM CPI തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സത്യത്തിലൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. ഉപനേതാവ് ആയിട്ട് CPMൽ തന്നെ ഒരു മുതിർന്ന MLA വേണമെങ്കിൽ തീരുമാനിക്കാം, KN ബാലഗോപാലിനോ മറ്റോ. ഇനി അതല്ല, ഉപനേതൃത്വം ഉണ്ടാക്കി അത് CPIയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ ഏൽപ്പിക്കാം. അതിനും തെറ്റൊന്നുമില്ല. ഒരു പക്ഷേ K രാജനായിരിക്കും ഈ ഉപനേതാവായിട്ട് വരാൻ പോകുന്നത്. രാജനാണ് കഴിഞ്ഞ 5 കൊല്ലം റവന്യൂ മന്ത്രിയായിരുന്നു. സാമാന്യം സൽപ്പേരുണ്ടാക്കിയ ആളാണ്. പിണറായി സർക്കാരിലെ മിക്കവാറും മന്ത്രിമാരൊക്കെ തോറ്റപ്പോഴും ഉല്ലൂർ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് മൂന്നാമതും ജയിച്ച് ഇപ്പോൾ നിയമസഭയിലെത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ആക്കുന്നതുകൊണ്ട് CPMന് പ്രത്യേകിച്ച് അപമാനമൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അത് യുക്തിക്ക് നിരക്കാത്തൊരു തീരുമാനവും ആയിരിക്കില്ല. ഞാൻ പറയാൻ വന്നത് അതിനെക്കുറിച്ചല്ല. സത്യത്തിൽ ഈ ഉപനേതാവിനെ സൃഷ്ടിക്കലാണോ, ഉപനേതൃത്വം CPMൽ നിന്ന് പിടിച്ചു മേടിക്കലാണോ CPIയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആശാ സമരത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് തെറ്റുപറ്റി എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കഴിഞ്ഞ ദിവസം കേട്ടു. ഈ ആശാ സമരം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം തന്നെയായിരുന്നു സെക്രട്ടറി. പുള്ളിക്ക് അന്നിത് തോന്നിയില്ല. തോന്നിയെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പാർട്ടിക്കാരായ മന്ത്രിമാരോട് ഈ വിഷയം ക്യാബിനറ്റിൽ ഉന്നയിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചില്ല. ഇനി അവർ നിർദ്ദേശിച്ചെങ്കിൽ തന്നെ കാരണഭൂതൻ അത് ചെവിക്കൊണ്ടില്ല. ആശാ സമരത്തെ കൈകാര്യം ചെയ്ത രീതി വളരെ അധാർമികമാണ്, ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാത്തതല്ല. അദ്ദേഹത്തിനും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയാൻ പാർട്ടിക്ക് സാധിച്ചില്ല. അതിൻ്റെ കൂടി പരിണത ഫലമായിട്ടാണ് ഈ പരാജയം ഉണ്ടായത്. ഈ ആശമാരുടെ ടെൻറ്റ് പൊളിച്ചപ്പോഴോ അവർ കണ്ണീരോടുകൂടി തല മുണ്ടനം ചെയ്ത് സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കുന്ന വിട പറഞ്ഞു പോയപ്പോഴോ അദ്ദേഹത്തിന് ഇത് തോന്നിയില്ല. ഇത് തെറ്റാണ്, ഇത് അന്യായമാണ്, അധർമ്മമാണ്. ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികതയ്ക്കോ രാഷ്ട്രീയ വീക്ഷണത്തിനോ വെറും മനുഷ്യത്വത്തിനോ നിരക്കാത്ത പ്രവൃത്തിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെയുള്ള പരാജയങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതുപോലെയുള്ള ഭയാനകമായ പരാജയത്തിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ മനസ്സിലാക്കിയ കാര്യങ്ങൾ തുറന്നു പറയാനോ ധൈര്യമില്ലാതെ ഉപനേതൃത്വം കിട്ടണം. ഉപനേതൃത്വം ഇല്ലാത്തതാണ് ഇവിടുത്തെ ഒരു വലിയ പരാധീനത എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ പരിഹസിക്കും എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അതുപോലെ തന്നെ 18 സീറ്റുണ്ടായിരുന്നത് 8 കുറഞ്ഞു. സത്യത്തിൽ ഇടതുമുന്നണിക്കുണ്ടായ വമ്പിച്ച പരാജയം വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ പരാജയമല്ല. മാത്രമല്ല CPMൻ്റെ മിക്കവാറും വൻമരങ്ങളൊക്കെ കടപുഴകി വീണപ്പോഴും CPIയുടെ 4 മന്ത്രിമാരിൽ 3 പേരും കരകയറി. ചിഞ്ചുറാണി സഖാവ് മാത്രം തോറ്റുപോയുള്ളൂ. എന്നാലും പരാജയം ചെറിയ പരാജയമല്ല. എന്തുകൊണ്ടാണ് ഈ സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയത്? ചടയമംഗലം സീറ്റ് എങ്ങനെ നഷ്ടപ്പെട്ടു? കാലാകാലങ്ങളായിട്ട് CPIക്കാർ മാത്രം ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അടൂർ മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു? ചിറയൻകീഴ് പണ്ട് കിളിമാനൂരായിരുന്ന സീറ്റാണ്, ഇപ്പോൾ ചിറയൻകീഴ് സംവരണ മണ്ഡലമാണ്. അവിടെ എന്തുകൊണ്ട് പാർട്ടി പരാജയപ്പെട്ടു? ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആലോചന നടത്തേണ്ടതല്ലേ? ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ ബാലേന്ദ്രനെ മാറ്റിയിട്ട് പുതിയൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു. ആ സീറ്റ് കൈവിട്ടു പോയി. അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പോട്ടെ, പാർട്ടി സെക്രട്ടറിയുടെ വീടിരിക്കുന്ന മണ്ഡലമാണല്ലോ വൈക്കം. കാലാകാലങ്ങളായിട്ട് CPIക്കാർ മാത്രം ജയിക്കുന്ന സീറ്റാണ്. സഖാവ് CK വിശ്വനാഥനും മറ്റുമൊക്കെ തിരുക്കൊച്ചി നിയമസഭയിലേക്ക് ജയിച്ചിരുന്നത് ഈ സീറ്റിൽ നിന്നാണ്. ആ മണ്ഡലം എങ്ങനെ കൈവിട്ടുപോയി? അവിടുത്തെ നിലവിലുണ്ടായിരുന്ന MLA സാമാന്യ സൽപ്പേരുള്ള ആളായിരുന്നു. അവർ 2 തവണയും ജയിച്ചിരുന്നുള്ളൂ. അവർക്ക് മൂന്നാമതൊരു അവസരം കൊടുക്കാതെ ഒരു പുതുമുഖത്തെ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ആരുടെ ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ്? അത് എങ്ങനെ ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോയി എന്നാലോചിക്കട്ടെ. അതുപോലെ കരുനാഗപ്പള്ളിയിൽ എന്ത് സംഭവിച്ചു? ഇടതുപക്ഷത്ത് നിന്ന് കുറഞ്ഞ വോട്ടുകൾ ഏത് ഭാഗത്താണ് കൂടിയത് എന്ന കാര്യമൊന്ന് പഠിക്കട്ടെ. പോട്ടെ, കാലാകാലങ്ങളായിട്ട് 20 കൊല്ലമായിട്ട് CPIക്കാർ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു പരമ്പരാഗത കേന്ദ്രമായ ചാത്തന്നൂർ മണ്ഡലം എങ്ങനെ BJPയിലേക്ക് പോയി? അവിടെ കോൺഗ്രസിൽ നിന്ന് ഒറ്റ വോട്ട് പോലും BJPയിലേക്ക് പോയിട്ടില്ല. കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ കിട്ടിയേക്കാളും വോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കൂടിയപ്പോഴും BJP അങ്ങനെ ജയിക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോയി. അഥവാ ഇടതുപക്ഷത്ത് നിന്ന് ചോർന്ന വോട്ടുകൾ BJPയിലേക്കല്ലേ പോയത്? ഇതെങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് പോയത് എന്ന്
ആലോചിക്കാനോ അതിൻ്റെ ശരിയായ കാരണം കണ്ടെത്താനോ പാർട്ടിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഉപനേതൃത്വമോ ആശാസമരമോ മാത്രമല്ല കാര്യം. ഇത് വലിയ ആഴത്തിലുള്ള പരിശോധനകൾ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. തിരുത്തൽ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. ഇടതു മുന്നണി മൊത്തത്തിൽ തോറ്റു, അതുകൊണ്ട് നമ്മുടെ പാർട്ടി തോറ്റു. അവരുടെ നേതാക്കന്മാരാരും മാറുന്നില്ല. അവർ പാർലമെൻ്ററി പാർട്ടിയിലും അതുപോലെ ഇരിക്കുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മളും ഒരു മാറ്റത്തിന് തയ്യാറാവേണ്ടതില്ല എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പുനഃപരിശോധിക്കും, പുനരാലോചിക്കും. അതിന് പരിഹാരക്രിയകൾ കണ്ടുപിടിക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ല. ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്ന് മാത്രം വിചാരിക്കുന്നു. ലാൽ സലാം.